മാർക്സിന്റെയും ലെനിന്റെയും ആദ്യാക്ഷരങ്ങൾ ചേർത്തൊരു പേര് മാർലന. അതിഷി മാർലന. ഇടതുപക്ഷക്കാരായ അച്ഛനമ്മമാർ അവൾക്കിട്ട പേരാണ്. പക്ഷെ മാർലന എന്ന പേര് ഭാരതീയമല്ലെന്നായിരുന്നു BJP വിമർശനം. അതിഷിയുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അവർ ചോദ്യം ചെയ്തു. 2018 മാർലന എന്ന ഭാഗം തന്റെ പേരിൽ നിന്നും അതിഷി ഉപേക്ഷിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങി. പക്ഷെ ഗംഭീറിനോട് തോൽവി ഏറ്റുവാങ്ങി. പിന്നീട് 2020 ഡൽഹി നിയമസഭയിലേക്ക് മത്സരിച്ചു. ഗംഭീര വിജയം നേടി. ഇന്നവൾ തലസ്ഥാനത്തിന്റെ അമരക്കാരിയാണ്. ഡൽഹിയുടെ 3ാം വനിതാ മുഖ്യമന്ത്രി. ജൂൺ 8 ഡൽഹിയിൽ ജനിച്ച അതിഷി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്പ്രിംഗ്ഡെയിൽ സ്കൂളിൽ നിന്നാണ്. സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും 1ാം റാങ്കോടെ ചരിത്രത്തിൽ ബിരുദം നേടി. തുടർ പഠനം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ. 2003 ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി. ഋഷിവാലി സ്കൂളിൽ അധ്യാപികയായ അതിഷി സാമൂഹിക പ്രവർത്തനത്തിലും സജീവമായി. പ്രശാന്ത് ഭൂഷണാണ് അതിഷിയെ ആപ്പിലേക്ക് എത്തിക്കുന്നത്. അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി ഡൽഹിയിലെത്തി. അവിടെ ആം ആദ്മി പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. രാജ്യതലസ്ഥാനത്തെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിൽ നിർണായക സാന്നിധ്യമായതിലൂടെ അതിഷി പാർട്ടിക്കുള്ളിലും പുറത്തും ശ്രദ്ധേയയായി. മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനും മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചതോടെ അതിഷിയെ തേടി മന്ത്രി പദവിയെത്തി. 2023 മാർച്ചിൽ വിദ്യാഭ്യാസം, ടൂറിസം, പൊതുമരാമത്ത്, സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായപ്പോൾ പുറത്തുനിന്ന് പാർട്ടിയെ നയിച്ചു. ഇന്നിപ്പോൾ കെജ്രിവാൾ ഒഴിയുമ്പോൾ സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനും ശേഷം ഡൽഹിക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു. ഇനി ഡൽഹിയിലെ പോരാട്ടം 2 വനിതകൾ തമ്മിലായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിഷിയും സ്മൃതി ഇറാനിയും.